ഇറാനെതിരെ കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ഇറാൻ-ഇസ്രായേൽ സംഘർഷം 9ാം ദിവസത്തിലെത്തുമ്പോൾ ഇറാൻ്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇറാൻ്റെ അസ്ഫഹാൻ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ശനിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇത് 2ാം തവണയാണ് അസ്ഫഹാൻ ആണവ കേന്ദ്രം ഇസ്രായേൽ വ്യോമസേന ആക്രമിക്കുന്നത്. ജൂൺ 13-നായിരുന്നു ഇറാനിലെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആദ്യ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ ആണവ പദ്ധതിയിൽ നിർണായക സ്ഥാനമാണ് അസ്ഫഹാൻ ആണവ കേന്ദ്രത്തിനുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യവും ആണവ ഇന്ധന നിർമ്മാണ പ്ലാന്റും ഇവിടെയുണ്ട്. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ ശക്തമായ സ്ഫോടനം നടന്നതായി AFP റിപ്പോർട്ട് ചെയ്തു. ഇറാൻ്റെ തെക്കൻ നഗരമായ ഷിറാസിലെ ഒരു സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ വിദേശ വിഭാഗമായ ഹുസ് സേനയിലെ ഒരു മുതിർന്ന കമാൻഡറെ സൈന്യം കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അവകാശപ്പെട്ടു. ഇസ്രായേൽ നഗരമായ ഹൈഫയിലും ബീർഷബയിലും ഇറാനും മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം അതിതീവ്രമായി തുടരുന്നതിനിടെ ഇറാനിൽ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ വടക്കൻ ഇറാനിലെ സെംനാൽ മേഖലയിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. സെംനാലിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ തെക്കു പടിഞ്ഞാറായി 10 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവകേന്ദ്രം. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിനിടെ സംഭവിച്ച ഭൂകമ്പം നിരവധി അഭ്യൂഹങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇറാൻ ആണവ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടെന്ന അഭ്യൂഹമാണ് പരക്കുന്നത്. ഇതിൻ്റെ ഫലമായി ഭൂകമ്പം സംഭവിച്ചതാണെന്നാണ് വിവരം. ബഹിരാകാശ മിസൈൽ സമുച്ചയമുള്ള ഒരു നഗരത്തിനടുത്താണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഇതാണ് ആശങ്കയ്ക്ക് കാരണം. ഇറാൻ്റെ സൈന്യം നടത്തുന്ന സെംനാൻ ബഹിരാകാശ കേന്ദ്രവും സെംനാൻ മിസൈൽ സമുച്ചയവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇറാൻ ജിയോളജിക്കൽ സർവേ ഭൂകമ്പത്തിന് പിന്നിൽ ആണവ പരീക്ഷണങ്ങളാണെന്ന അഭ്യൂഹം തള്ളിയിട്ടുണ്ട്. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും ഇറാൻ്റെ വാർത്താ ഏജൻസിയായ IRNA അറിയിച്ചു. അറേബ്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ സംഭവിക്കുന്ന ആൽപൈൻ ഹിമാലയൻ ഭൂകമ്പ മേഖലയിലുള്ള ഇറാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ്.